ഹായ് ഹലോ, ഇന്നത്തെ നോമ്പുതുറയുടെ സ്പെഷ്യൽ തുറക്കലപ്പായിരുന്നു കേട്ടോ. അപ്പോൾ തുറക്കലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടോ. ചെറു ചൂടുള്ള പാല് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം 1.5 കപ്പ് മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. പത്ത് മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവൊന്ന് പൊന്തി വരേണ്ടതുണ്ട് കേട്ടോ. ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ചൂടാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പൊന്തി വരും. അങ്ങനെ ഞാനത് മാറ്റി വെച്ചു. അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ഫില്ലിങ്ങിൽ നമ്മളൊരു ചമ്മന്തി ചേർക്കുന്നുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങയും പിന്നെ ഉപ്പും ചെറിയ കഷ്ണം പച്ചമുളകും കുറച്ച് മല്ലിയിലയും വിനാഗിരും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് നന്നായി ചതച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നീട് ഞാൻ ചിക്കൻ കറിക്കുള്ള പണിയാണ് കേട്ടോ നോക്കിയത്. ഇന്ന് ചായക്കടിക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ വട്ടുപത്തിരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയിലോട്ട് 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും അതുപോലെ തന്നെ വേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മൊരിയിച്ച് മാറ്റിയെടുത്തു. പിന്നീട് ആ പാനിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ചൂടാക്കി എടുത്തു കേട്ടോ. തീ നല്ല കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു 2 മിനിറ്റൊക്കെ അതുപോലെ ചൂടാക്കി മാറ്റി വെച്ചു. പിന്നീട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആദ്യം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നീട് സവാളൊക്കെ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടികളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരണം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ചിക്കനൊക്കെ നമുക്ക് നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങ ആദ്യം വറുത്ത് മാറ്റി വെച്ചല്ലോ, അതൊന്ന് നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നീട് വട്ടുപത്തിരിക്കുള്ള പണിയാട്ടോ ചെയ്തത്. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം, 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് തേങ്ങയിലോട്ട് കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് ആ കൂട്ടിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലാണ് ഇട്ട് കൊടുത്ത്
അങ്ങനെ അത് കുഴച്ചെടുത്ത് വരുമ്പോഴത്തേനും ഞാൻ തുറക്കലപ്പത്തിൻ്റെ പണിക്ക് നിന്നു കേട്ടോ. നമ്മുടെ മാവൊക്കെ കറക്റ്റ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ 2 ബോളാക്കിയിട്ട് ആദ്യം ഒരു ബോളിനെ നമ്മളിതുപോലെ നന്നായി നീട്ടി പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നീട് ആദ്യം അതിലോട്ട് ചിക്കനില്ല, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് മീതെ മയണൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മയണൈസ് നന്നായി കട്ടിക്ക് വേണം കേട്ടോ ഇതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒലിച്ചു പോവും. അങ്ങനെ കട്ടിയോട് കൂടിയിട്ട് തന്നെ മയണൈസ് ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നീട് 2 ബാച്ചായിട്ടാണല്ലോ നമ്മൾ പരത്തിയെടുത്തത്. ആ രണ്ടാമത്തെ ബാച്ച് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക കേട്ടോ. പരത്തിയെടുത്തിട്ട് ഈ ഒരളവിൽ തന്നെ പരത്തിയിട്ട് മീതെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ അടപ്പേട്ട് തന്നെ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. കറക്റ്റ് സീലായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് അപ്പമൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചൂടായ എണ്ണയിലോട്ട് ഓരോ അപ്പങ്ങളായിട്ട്, തുറക്കലപ്പം എന്നാട്ടാ പറയുക, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നീട് വട്ടുപത്രിയുടെ റെഡിയാക്കി എടുത്തത്, അങ്ങനെ കുഴച്ച് വെച്ച മാവൊക്കെ ഇതുപോലെ പരത്തി എടുത്തിട്ട് ഒരു അടുപ്പിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നീട് എണ്ണയിലോട്ട് ഇതുപോലെ ഓരോ വട്ടുപത്രികളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. നമ്മൾ ഇട്ടൊന്ന് ചൂടാവി വരുമ്പോഴത്തേനും ഇതുപോലെ പൊന്തി വരും കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ വട്ടുപത്തിരിയും ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടോ. അപ്പത്തിനും നമ്മുടെ നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതുപോലെ ജ്യൂസും കസ്റ്റേർഡും അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടേബിളും വെച്ച് സെറ്റാക്കി പിന്നെ നോമ്പ് തുറക്കാൻ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.